എങ്ങനെയാണ് കേരളം ഇങ്ങനെ ഈ ഫിസിക്കൽ ക്രൈസിസിലേക്ക് പോകുന്നത്? കാലാകാലങ്ങളിൽ ഓരോ ഗവൺമെന്റിന്റെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് എത്രയോ പേരാണ് അർഹതയില്ലാത്ത പെൻഷൻ സ്വീകരിക്കുന്നത്. ഇത് CAG-യുടെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇതൊരു ഒരു ദൂർത്താണ് തീർച്ചയായിട്ടും. അർഹതയില്ലാത്തവർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്നതിനെ ദൂർത്തായിട്ടല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് നോക്കണം. 2016 കേരളത്തില് ഫിസിക്കൽ ക്രൈസിസ് നന്നായിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അന്ന് LDF ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തത് ഈ തരത്തിൽ കേരളം മുൻപോട്ട് പോവുകയാണ്, ഇനിയും UDF ഗവൺമെന്റ് ഭരണത്തിൽ വരികയാണെങ്കിൽ 2021-22 ആകുമ്പോഴേക്കും കേരളം കടക്കെണിയിലാകും. KSRTC പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നിന്നു പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ വൈറ്റ് പേപ്പർ അന്നത്തെ ഫിസിക്കൽ ക്രൈസിസിനെ പർവ്വതീകരിച്ച് കാണിച്ചതാണ്. പക്ഷെ നമുക്കറിയാം LDF വന്നാൽ എല്ലാം ശുഭമാകുമെന്ന് കൂടി ആ വൈറ്റ് പേപ്പർ പറഞ്ഞിരുന്നു. LDF ആണ് ഈ കേരളത്തിന്റെ ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗം എന്ന് ആ വൈറ്റ് പേപ്പർ വളരെ ശക്തമായിട്ട് പ്രഘോഷിച്ചിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? LDF വന്നിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. UDF ഭരിച്ച കാലത്ത് ഒരിക്കലും ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അത് മാത്രവുമല്ല, നമ്മുടെ ദിവംഗതനായ മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രി അതുപോലെ ധനമന്ത്രി മാണി സാറിന്റെ കാലത്ത്, അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തൊന്നും ഒരിക്കലും നമ്മുടെ കടം നമ്മൾ അനുവദിക്കുന്ന, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് മാൻഡേറ്റ് ചെയ്യുന്ന ആ റേറ്റ്, അതായത് അത് ഒരിക്കലും സഞ്ചിത കടം GSDP-യുടെ 29% കൂടരുത് എന്ന് FRBM ആക്ട് അനുശാസിക്കുന്നു. അതിനു മുകളിൽ ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾക്ക് ബജറ്റിൻ ബ്രീഫ് എടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. 2011-12 മുതൽ 15-16 വരെയുള്ള വർഷങ്ങളിൽ എന്നെങ്കിലും 29% മുകളിൽ അത് പോയിട്ടുണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ആ ഗവൺമെന്റിനെ പറ്റിയാണ് വൈറ്റ് പേപ്പറിൽ LDF പറഞ്ഞത് സർവം നാശത്തിലേക്കാണ്, കേരളം കടക്കെണിയിലേക്കാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കർശന നടപടികളുമായി മുന്നോട്ട് വരത്തക്ക രീതിയിൽ നമ്മുടെ സഞ്ചിത കടം 38% വരെയും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അത് ബജറ്റിന്റെ പ്രകാരത്തിൽ തന്നെ 32%, 32.37% അത് അതിൽ നിൽക്കുമെന്ന് ഉറപ്പില്ല വർഷാവസാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഓർക്കണം. ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേർ മാത്രം പേഴ്സണൽ സ്റ്റാഫ് ഉള്ളപ്പോഴാണ് 30-ലേറെ പേരെ പേഴ്സണൽ സ്റ്റാഫാക്കി നമ്മുടെ സംസ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. അവരെ ഒരിക്കൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവരെ പിരിച്ചു വിട്ടതിന് ശേഷം വേറൊരു സെറ്റിനെ അവർ പിരിഞ്ഞു പോകുന്നു. അവർ പിരിഞ്ഞു പോകുമ്പോൾ വേക്കൻസി ഉണ്ടാകുന്നു. ആ വേക്കൻസിയിൽ അടുത്ത സെറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇത് LDF-ഉം UDF-ഉം തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഇത് സംസ്ഥാന ഖജനാവിനെ എത്ര കണ്ട് ശോഷിപ്പിക്കുന്നു, ഫിസിക്കൽ ക്രൈസിസ് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 2016 ഇതൊരു വലിയ ചർച്ചാ വിഷയമായതാണ്. അങ്ങനെ 2016 ഇത് ചർച്ചാ വിഷയമായ സമയത്ത് ഞാൻ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മീഡിയകളിലൊക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തുള്ള ഒരു അനുഭവം കൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. അപ്പൊ കേരളത്തിന്റെ ധനമന്ത്രി ആയിരുന്ന LDF-ലെ ഒരു പ്രമുഖ നേതാവ്, ബഹുമാന്യ നേതാവ്, പ്രമുഖ നേതാവ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ബഹുമാന്യൻ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലെ തന്നെ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം ഇപ്പോഴില്ല എങ്കിലും ഞാൻ ആ പേര് ഓർമ്മിക്കുകയാണ്. അതുപോലെ UDF-ന്റെ ഭാഗമായ ഒരു പാർട്ടിയുടെ സമുന്നത നേതാവ്, ഞാന്, അങ്ങനെ ഉള്ളവരായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ഈ വിഷയം, അതായത് ഇത് വലിയ ദൂർത്താണെന്നും ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫിന്റെ നമ്പർ കുറയ്ക്കേണ്ടതാണ്, 16 ആണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് എങ്കിൽ കേരളത്തിൽ അതിനേക്കാൾ താഴെ പോകേണ്ടതാണ് സംസ്ഥാന തലത്തിൽ എന്നും ഒക്കെ ശക്തിയുക്തം വാദിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന LDF-ന്റെയും UDF-ന്റെയും സമുന്നത നേതാക്കൾ, സാധാരണ നേതാക്കളല്ല ഉണ്ടായിരുന്നത്, ആ സമുന്നത നേതാക്കൾ അവകാശപ്പെട്ടത് ജീവിതകാലം മുഴുവനും പാർട്ടിയെ സേവിക്കുന്ന വ്യക്തികളെയാണ് ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കുന്ന കുറച്ചു പേരൊക്കെ.
അവർക്ക് പിന്നെ എന്താണ് അവർക്ക് മന്ത്രിയാകാൻ ഒക്കില്ല, അവർക്ക് MLA ആകാൻ ഒക്കില്ല, അവർക്ക് MP ആകാൻ ഒക്കില്ല, അതിനൊന്നും അവസരം കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് മന്ത്രിയായിട്ട് വരുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിട്ട് കിട്ടുക, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കുക, ഇതൊക്കെയാണ് അവരോട് ചെയ്യാവുന്ന ജസ്റ്റിസ് എന്നാണ് അന്ന് ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഞാനുമായിട്ട് സംവദിക്കാൻ എത്തിയ സമുന്നത നേതാക്കന്മാരൊക്കെ, UDFന്റെ നേതാവും LDFന്റെ നേതാക്കളും ഒരുപോലെ ഒരേ സ്വരത്തിൽ കൈ കോർത്തുകൊണ്ട്, എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അവർ ചേർന്ന് നിന്നാണ് സംസാരിച്ചത്. അപ്പൊ ഇത് LDFും UDFും അറിഞ്ഞുകൊണ്ട് പിന്നെ ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു പ്രക്രിയയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനം അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഇതിനെ എതിർക്കുന്നത്? അതിന്റെ ആ ചർച്ച, അത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ആ ചർച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മന്ത്രി അന്ന് ഗവൺമെന്റ് പിരിഞ്ഞു കഴിഞ്ഞിരുന്നു, UDF ഗവൺമെന്റ് പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ ആ UDFിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ എന്താ ഈ പറഞ്ഞു കൂട്ടുന്നത്, ഞങ്ങളൊക്കെ ജീവിതകാലത്തിൽ ഇത് എങ്ങനെയാ ജീവിക്കുക ഈ പെൻഷൻ തരാതിരുന്നാല് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, ഒരു അതായത് 15 വർഷം സേവനം പൂർത്തിയാക്കണം. PSC വഴി മികവ് തെളിയിച്ച് സർക്കാർ ഉദ്യോഗത്തിൽ എത്തുന്നവർ 15 വർഷം സേവനം പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് മിനിമം പെൻഷനുള്ള അർഹത വരുന്നുള്ളൂ. അതിനുശേഷമാണ് കൂടുതൽ എന്താ പറയുക, സേവനത്തിന്റെ അനുസരിച്ച് അവരുടെ പെൻഷൻ കിട്ടുന്ന സാധാരണ പെൻഷനിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ 15 വർഷം സേവനം ചെയ്ത് കിട്ടുന്ന പെൻഷൻ എവിടെ നിൽക്കുന്നു? 2 വർഷം സേവനം ചെയ്ത് 2 വർഷം ഒരു ദിവസവും സേവനം ചെയ്ത് കിട്ടുന്ന നിങ്ങളുടെയൊക്കെ പെൻഷൻ എവിടെ നിൽക്കുന്നു? എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് കാലിയാണ്, അവിടെ പണമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തില് അതിനെ നീതീകരിക്കാൻ നമുക്ക് എന്ത് തെളിവാണ് കൊടുക്കാൻ പറ്റുക? ഒന്നുകിൽ കഴിവ്, അതായത് ശരിക്കും PSC വഴി കയറി വരുന്നവർ അവരുടെ മികവ് തെളിയിച്ചു വന്ന് ദീർഘകാല സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് റിട്ടയർ ചെയ്തു കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നത്. ഇത് അതുപോലെ അല്ലല്ലോ. അതായത് 2 വർഷം കൊണ്ട് അവര് വളരെ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ പേഴ്സണൽ സ്റ്റാഫിന്റെ പൊസിഷനിൽ നിന്ന് മാറുന്നതും അപ്പോൾ മുതൽ അവർക്ക് പെൻഷൻ മരണം വരെ, എന്ന് വെച്ചാൽ എത്രയോ വർഷം, ചിലപ്പോ 50ഓ 60ഓ വർഷം പെൻഷൻ മേടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ആ കൂട്ടത്തില്. അപ്പൊ ഈ തരത്തില് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം എന്നോട് വളരെ എന്താ പറയുക, വലിയ അമർഷത്തോടു കൂടിയാണ് എന്നെ നേരിട്ടത്. ടെലിഫോണിലാണ് നേരിട്ടത്. അപ്പൊ ഞാനിങ്ങനെ തിരിച്ച് പറയുകയും ചെയ്തു, അപ്പം നിങ്ങളുടെ അർഹതയോട് കൂടിയല്ല നിങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്നത്, വെറും ആനുകൂല്യമായിട്ട്, അതായത് നിങ്ങൾ ചെയ്തു കൊടുത്ത സേവനം, ആ സേവനം ഏത് തരത്തിലുള്ള സേവനമാണെങ്കിലും 2 വർഷം ഒരു ദിവസവും സേവനം ചെയ്തതിന് ആജീവനാന്ത പെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകുന്നതല്ല എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് കേരളം ഇങ്ങനെ ഈ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് പോകുന്നത്? കാലാകാലങ്ങളിൽ ഓരോ ഗവൺമെന്റിന്റെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് എത്രയോ പേരാണ് അർഹതയില്ലാത്ത പെൻഷൻ സ്വീകരിക്കുന്നത്. ഇത് CAGയുടെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇതൊരു ധൂർത്താണ് തീർച്ചയായിട്ടും. അർഹതയില്ലാത്തവർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്നതിനെ ധൂർത്തായിട്ടല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല.